Understanding the age group. As per psychosocial developmental theory of Erikson, 6 to 10 years എന്നുള്ളത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നൊരു സ്റ്റേജിലാണ് വരുന്നത്. അതായത് അവരുടെ അക്കംപ്ലിഷ്മെൻറ്റ്സിലും അച്ചീവ്മെൻറ്റ്സിലും എല്ലാം അവർ പ്രൗഡ് ആവുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു സ്റ്റേജ്. ഓക്കെ, ഈ സ്റ്റേജിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഐ ആം കാപ്പബിൾ, ഐ ആം ഗുഡ് അറ്റ് സംതിങ് ഓർ ഐ മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഈ ഒരു കൈൻഡ് ഓഫ് തോട്ട് എല്ലാം കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ്. ഈ ഒരു തോട്ട് കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ അതിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ടാസ്കുകളും കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അവിടെ ചെറിയ ചെറിയ എറേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള എറേഴ്സ് എല്ലാം വരുമ്പോൾ പാരൻസിന് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് ആക്ഷൻസിലൂടെയാണ് അല്ലെങ്കിൽ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മേ ബി കുക്കിങ്ങിലാകാം, ക്ലീനിങ്ങിലാകാം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സസ് അവരെന്നെ ചൂസ് ചെയ്യുന്നതാകാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവരെ കടയിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞേക്കില്ലേ, അതുമാകാം. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത്? ബേസിക്കലി അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഓക്കെ ഐ ആം പാർട്ട് ഓഫ് ദ ഫാമിലി, ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ ഇതെല്ലാം അത്യാവശ്യമാണ്. ഇപ്പം അവർ കടയിലോട്ടൊക്കെ പോകുമ്പോൾ അവരെന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പഠിക്കും, നല്ല രീതിയിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ ലിറ്ററസി, മണി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതെല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. സോ നമ്മൾ അവർക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ ഓക്കെ ഐ ആം സംതിങ്, ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ക്യാപ്പബിൾ ആണ്, അതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാർ എനിക്ക് ഇതെല്ലാം തരുന്നത്, ഈ രീതിയിലുള്ള തോട്ട് പാറ്റേൺ അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്കൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ബിഹേവിയർ അവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ്, മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ദെയർ ജേണി. നമ്മളാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ചെയ്യാം, എറേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥയോ എന്തായാലും എറേഴ്സ് ഉണ്ടായിരിക്കും. എറേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമല്ല, അതൊന്ന് സ്ലോ ആയിരിക്കും. ഓക്കെ, അത് കുഴപ്പമില്ല. അവർ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എറർ വരണം. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ആ എറർ വന്നോട്ടെ, വന്ന എറർ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക, അതിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുട്ടീൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് കൂട്ടും. ഓക്കെ, ചെറുതായിട്ട് തെറ്റിയാലും കുഴപ്പമില്ല, എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ആ ഒരു പെർഫെക്ഷൻ സ്റ്റേജിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു തോട്ട് പാറ്റേൺ ആണ് കുട്ടിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് മീൻസ് ഐ ക്യാൻ ട്രസ്റ്റ് സം വൺ. എനിക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നാൽ എന്നെ കറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. ആ രീതിയിലുള്ളൊരു പാറ്റേൺ കുട്ടിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. കുട്ടി വിൽ ബി ഹാപ്പി. പ്രൊവൈഡ് എൻകറേജ്മെൻറ്റ്. ഇതാണ് തേർഡ് പോയിന്റ്. കുട്ടികൾ എപ്പോഴും നല്ല രീതിയിൽ പഠിക്കുക അവരെ എൻകറേജ് ചെയ്യുമ്പോഴാണ്, പനിഷ് ചെയ്യുമ്പോഴല്ല. അപ്പോൾ കുട്ടികളെ എല്ലാ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പാരൻസ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഇനി നമുക്ക് നാലാമത്തെയും അഞ്ചാമത്തെയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നാലാമത്തേത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മിനി വേർഷൻസ് അല്ല. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ഇൻ മൈൻഡ് ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടാനുള്ള ആൾക്കാരല്ല നിങ്ങളുടെ മക്കള്. അവർക്ക് അവരുടേതായ പേസ് ഉണ്ട്, അവരുടേതായ സ്കില്ലുണ്ട്, അവരുടേതായ കപ്പാസിറ്റി ഉണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മുടെ മക്കളെ വളർത്താനും വേണ്ടിയിട്ട്. അവർക്ക് ഓരോ സ്കില്ലിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഏരിയകളിൽ താല്പര്യങ്ങളുണ്ടായിരിക്കും. അതേതാണെന്ന് മനസ്സിലാക്കാനും അതിൽ എൻകറേജ് ചെയ്യുക, അതിൽ അവരെ പഠിക്കാൻ വിടുക. അതാണ് ആസ് എ പാരൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ്, ഡോണ്ട് കമ്പയർ ദം. അവരെ അവരുടെ സിബ്ലിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ നൈബേഴ്സ് അല്ലെങ്കിൽ അവരുടെ പിയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ അവരെ കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുട്ടിയും വളരുന്നില്ല. ഓക്കെ, ഐ മീൻ പഠിക്കുന്നില്ല, കാര്യങ്ങൾ പഠിക്കുന്നില്ല.
അവർക്കതൊരു ജഡ്ജ്മെൻ്റലായിട്ട് അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യാണ് എന്നൊരു തോട്ടായിരിക്കും കുട്ടികളുടെ ഉള്ളിൽ വരുന്നത്. കമ്പാരിസൺ ഒരു തരത്തിലും ഒരു കുട്ടിയെയും ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അത് സിമ്പിളായിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാം. ഇങ്ങനെയുള്ള ഓരോ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളും അതായിരിക്കും ഫോളോ ചെയ്യുക. സോ ഷോ ദ ബിഹേവിയർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്ത് ബിഹേവിയർ ആണോ കാണിക്കേണ്ടത് അത് നിങ്ങൾ അവർക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുക. അവർ കോപ്പി ചെയ്തോളും. ഓക്കെ, ഇനി വരും സെഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. അതായത് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, cognitive development, etc. So see you on the next session.